നോക്കാം പ്രധാന വാർത്തകൾ. സ്ട്രിപ്പിൻ്റെ MRP വെച്ച് നമ്മൾ അടിക്കുമ്പോഴത്തേന് നേരത്തെ 12% ടാക്സ് ഉണ്ടായത് ഇപ്പോൾ 5% ടാക്സിലേ വരണം. അപ്പോൾ അത് MRP നിന്നും കുറവാണ് കാണിക്കണം. മരുന്നുകൾക്ക് നൽകിയിരുന്ന ഡിസ്കൗണ്ടുകൾ അവസാനിപ്പിച്ച് ചെറുകിട മെഡിക്കൽ ഷോപ്പ് ഉടമകൾ. GSTയിൽ ഇളവ് വന്നതോടെയാണ് തീരുമാനം. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും ആഡംബര കാറുകൾ കടത്തിയ കേസിൽ നടൻ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. നടൻ പൃഥ്വിരാജിന്റെ വസതിയിലും പരിശോധന നടന്നു. സ്വകാര്യ മൂലധന നിക്ഷേപം കുറഞ്ഞു. ഇന്ത്യയുടെ 8% വളർച്ചാ ലക്ഷ്യം അപകടത്തിലെന്ന് യെസ് സെക്യൂരിറ്റീസ്. നിർമ്മാണ സേവന മേഖലകളുടെ വളർച്ച ഇടിഞ്ഞു. PMI സൂചിക 61.9 കുറഞ്ഞു. റിസർവ് ബാങ്ക് 25 ബേസിസ് പോയിന്റിന്റെ നിരക്ക് കുറയ്ക്കുമെന്ന് S&P ഗ്ലോബൽ. ഇന്ത്യയുടെ GDP പ്രവചനം 6.5% നിലനിർത്തി. വിസയ്ക്ക് പിന്നാലെ അമേരിക്കയ്ക്ക് തടയിട്ട് ചൈന. ആഗോള പ്രതിഭകളെ ചൈന സ്വാഗതം ചെയ്തു. US H1B വിസ ഫീസ് ഉയർത്തിയതിനു ശേഷമാണ് ചൈന ഇത്തരമൊരു നീക്കം നടത്തുന്നത്. വാർത്തകൾ വിശദമായി. സെൻസെക്സും നിഫ്റ്റിയും തുടർച്ചയായ 3-ാം ദിവസവും ഇടിഞ്ഞു. സെൻസെക്സ് 58 പോയിന്റ് അഥവാ 0.07% ഇടിഞ്ഞ് 82,102.10 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 5,333 പോയിന്റ് അഥവാ 0.13% ഇടിഞ്ഞ് 25,169.50 ക്ലോസ് ചെയ്തു. BCI മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ 0.2% വീതം താഴ്ന്നു. മേഖലാ തലത്തിൽ ഓട്ടോമെറ്റൽ, PSU ബാങ്ക് 0.5% വീതം ഉയർന്നപ്പോൾ FMCG മീഡിയ IT റിയാലിറ്റി 0.151% വീതം താഴ്ന്നു. ഫ്ലാറ്റ് നെഗറ്റീവായൊരു നിരക്കിലുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്നിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ തീർത്തും വിപരീത ദിശയിൽ ഏകദേശം ഒരു 0.5%-ഓളമുള്ളൊരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്കും സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 0.07% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 0.13% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,169 എന്ന് പറഞ്ഞൊരു നിരക്കിലും നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.41% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 57,509 എന്ന് പറഞ്ഞൊരു നിരക്കിലുമാണ് ഒരു ക്ലോസിംഗ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യിൽ നിന്ന് ഇന്നൊരു വലിയൊരു നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഓഹരിയാണ്. ഏകദേശം ഒരു 3%-ഓളമുള്ളൊരു നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ട് ഇൻഡസിൻഡ് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. രാവിലത്തെ ഒരു ട്രേഡിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് അവേഴ്സിലൊക്കെ തന്നെ ഓട്ടോ കമ്പനികളുടെ ഒരു ആധിപത്യമായിരുന്നു കാണാൻ സാധിച്ചതെങ്കിൽ ലേറ്റർ അവേഴ്സിലേക്ക് കടക്കുമ്പോൾ ബാങ്കിങ് ഓഹരികൾ ഈ ഒരു ലിസ്റ്റിലേക്ക് കടന്നു വരുന്നു. ആക്സിസ് ബാങ്ക് പരിശോധിക്കുമ്പോഴും ഏകദേശം 2.25% ഒരു നേട്ടം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ JSW സ്റ്റീൽ ഏകദേശം 2%-ഓളമുള്ളൊരു നേട്ടം 1.87% നേട്ടം രേഖപ്പെടുത്തുമ്പോൾ മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ക്ലോസിംഗ് ഇന്നിപ്പോൾ ലഭിച്ചിരിക്കുന്നു. 1.69% നേട്ടം. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2%-ഓളമുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. 1.93% നേട്ടം ബജാജ് ഫിനാൻസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും GST 2.0 നവരാത്രി സെയിൽസ് ഒക്കെ തന്നെ ഇന്നിപ്പോൾ ഓട്ടോ കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. മാരുതി സുസുക്കി പരിശോധിക്കുകയാണെങ്കിലും മറ്റ് ഓട്ടോ കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു റൈഡിൻ്റെ ഒരു ഭാഗവുമായിരുന്നു. അതിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് ബജാജ് ഫിനാൻസിലും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതായത് ബജാജ് ഫിനാൻസിൻ്റെ ഒരു ബിസിനസ് പരിശോധിക്കുകയാണെങ്കിൽ വാഹനങ്ങൾക്ക് നൽകി വരുന്ന ഒരു ലോൺ കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ വളരെ അധികമാണ് എന്നുള്ളത് ബജാജ് ഫിനാൻസിനും ഒരു പോസിറ്റിവിറ്റി നൽകിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. സെൻസെക്സും നിഫ്റ്റിയും 3-ാം ദിവസവും ഇടിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും നിഖിലാണ് വിശദവിവരങ്ങൾ നൽകിയത്. സ്വകാര്യ മൂലധന നിക്ഷേപം കുറഞ്ഞു. ഇന്ത്യയുടെ 8% വളർച്ചാ ലക്ഷ്യം അപകടത്തിലെന്ന് യെസ് സെക്യൂരിറ്റീസ്. റെക്കോർഡ് കോർപ്പറേറ്റ് ക്യാഷ് റിസർവുകൾ ഉണ്ടായിരുന്നിട്ടും സ്വകാര്യ മൂലധന ചെലവ് മന്ദഗതിയിലായതിനാൽ ഇന്ത്യയുടെ ഉയർന്ന വളർച്ചാ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് യെസ് സെക്യൂരിറ്റീസ് പറഞ്ഞു. ഈ സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യൻ കമ്പനികൾക്ക് 10.35 ട്രില്യൺ രൂപ നീക്കിയിരിപ്പുണ്ട്. ഇത് 2024 സാമ്പത്തിക വർഷത്തിലെ നീക്കിയിരിപ്പിന്റെ ഇരട്ടിയിലധികമാണ്. എന്നാൽ പുതിയ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഈ വർഷം ഇടിഞ്ഞു. ദുർബലമായ ഡിമാൻഡ്, ആഗോള അനിശ്ചിതത്വം, അന്താരാഷ്ട്ര സംഘർഷങ്ങൾ എന്നിവ കാരണം കമ്പനികൾ ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ഉയർന്ന വളർച്ച നിലനിർത്തണമെങ്കിൽ ഉൽപ്പാദനപരമായ നിക്ഷേപങ്ങളിലേക്ക് മാറണം.
2020 സാമ്പത്തിക വർഷം മുതൽ പൊതുമൂലധന നിക്ഷേപം 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഇത് നിക്ഷേപ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ സഹായിച്ചു. 2005-2008 സാമ്പത്തിക വർഷത്തിൽ ശക്തമായ സ്വകാര്യ നിക്ഷേപം GDP വളർച്ച 8% മുകളിലെത്തിക്കാൻ സഹായിച്ചു. ശക്തമായ ഉപഭോഗത്തിനും സൗകര്യപ്രദമായ വായ്പയ്ക്കുമൊപ്പം സ്വകാര്യ മൂലധന നിക്ഷേപം പുനരുജ്ജീവിപ്പിച്ചാൽ മാത്രമേ GDP വളർച്ച 8% ഉയർത്താനാവൂ, റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിർമ്മാണ സേവന മേഖലകളുടെ വളർച്ച ഇടിഞ്ഞു. PMI സൂചിക 61.9 കുറഞ്ഞു. ഇന്ത്യയുടെ നിർമ്മാണ സേവന മേഖലകളുടെ സംയുക്ത പ്രകടനം അളക്കുന്ന HSBC ഫ്ലാഷ് ഇന്ത്യ കോമ്പോസിറ്റ് ഔട്ട്പുട്ട് സൂചിക സെപ്റ്റംബറിൽ 61.9 കുറഞ്ഞു. ഓഗസ്റ്റിൽ ഇത് 63.2 ആയിരുന്നു. രാജ്യത്തിന്റെ ഉൽപാദന സേവന മേഖലയിലുടനീളമുള്ള വളർച്ചാമാന്ദ്യത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഫാക്ടറി ഉൽപാദനത്തിലെ വളർച്ച സേവനങ്ങളെക്കാൾ കൂടുതലാണ്. എങ്കിലും രണ്ട് മേഖലകളിലും വളർച്ചയുടെ വേഗത മിതമായിരുന്നു. ഇന്ത്യയുടെ സ്വകാര്യ മേഖലയുടെ വളർച്ച ശക്തമായി തുടരുന്നുവെന്നും സൂചിക കാണിക്കുന്നു. US 50% താരിഫ് നിരക്ക് ഏർപ്പെടുത്തിയത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പുതിയ കയറ്റുമതി ഓർഡറുകൾ മന്ദഗതിയിലാക്കാം. കഴിഞ്ഞ 2 മാസമായി പുതിയ ആഭ്യന്തര ഓർഡറുകൾ വർദ്ധിച്ചു. വികസനത്തിന്റെ വേഗത മന്ദഗതിയിലാണെങ്കിലും ഡിമാൻഡ് സാഹചര്യങ്ങൾ അനുകൂലമായി തുടരുന്നുവെന്ന് സർവേയിൽ പങ്കെടുത്ത നിരവധി സ്ഥാപനങ്ങൾ അഭിപ്രായപ്പെട്ടു. ഓഗസ്റ്റിലെ 53.3 നിന്ന് HSBC ഫ്ലാഷ് ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI സെപ്റ്റംബറിൽ 58.5 കുറഞ്ഞു. അതേസമയം HSBC ഫ്ലാഷ് ഇന്ത്യ സർവീസസ് PMI 2025 ഓഗസ്റ്റിലെ 62.9 നിന്ന് സെപ്റ്റംബറിൽ 61.6 കുറഞ്ഞു. അതുപോലെ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് സൂചിക 63.7 നിന്ന് 62.7 കുറഞ്ഞു. ഈ കുറവുകൾക്കിടയിലും എല്ലാ സൂചികകളും ന്യൂട്രൽ 50.0 മാർക്കിന് മുകളിൽ തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിസർവ് ബാങ്ക് 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കുമെന്ന് S&P ഗ്ലോബൽ. ഇന്ത്യയുടെ GDP പ്രവചനം 6.5% നിലനിർത്തി. ശക്തമായ ഡിമാൻഡ്, വർദ്ധിച്ചുവരുന്ന നിക്ഷേപം, നികുതി പരിഷ്കാരങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ S&P ഗ്ലോബൽ ഇന്ത്യയുടെ GDP പ്രവചനം 6.5% നിലനിർത്തി. ഈ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP വളർച്ച 6.5% സ്ഥിരമായി തുടരുമെന്ന് കണക്കാക്കുന്നു. അനുകൂലമായ മൺസൂൺ സീസൺ, ചരക്ക് സേവന നികുതിയിലെ കുറവുകൾ, സർക്കാർ നിക്ഷേപം ത്വരിതപ്പെടുത്തൽ എന്നിവയുടെ പിന്തുണയോടെ ആഭ്യന്തര ഡിമാൻഡ് ശക്തമായി തുടരുമെന്നും S&P ഗ്ലോബൽ പറയുന്നു. ഭക്ഷ്യ പണപ്പെരുപ്പത്തിൽ പ്രതീക്ഷിച്ചതിലും വലിയ കുറവുണ്ടായതിനെ തുടർന്ന് 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള പണപ്പെരുപ്പ പ്രവചനം 3.2% S&P ഗ്ലോബൽ പരിഷ്കരിച്ചു. കുറഞ്ഞ പണപ്പെരുപ്പം കൂടുതൽ ധനനയ ക്രമീകരണങ്ങൾക്ക് ഇടം നൽകും. 2026 സാമ്പത്തിക വർഷത്തിൽ റിസർവ് ബാങ്ക് 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കുമെന്ന് S&P പ്രതീക്ഷിക്കുന്നു. അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ നടക്കും. ജൂണിൽ MPC റിപ്പോ നിരക്ക് 50 ബേസിസ് പോയിന്റ് കുറച്ച് 5.5% തുടർന്ന് അക്കോമഡേറ്റീവ് എന്നതിൽ നിന്ന് ന്യൂട്രലിലേക്ക് നിലപാട് മാറ്റി. അതിനുശേഷം RBI റിപ്പോ നിരക്ക് 5.5% നിലനിർത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. റെക്കോർഡ് തകർത്ത് സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 115 രൂപയും പവന് 920 രൂപയും വർദ്ധിച്ച് ഗ്രാമിന് 10,480 രൂപയും പവന് 83,840 രൂപയുമായി. വെള്ളിവില ഗ്രാമിന് 4 രൂപ വർദ്ധിച്ച് 144 രൂപയായി. വീണ്ടും പ്രധാന വാർത്തകൾ. സോഫ്റ്റ്വെയറിൽ 5% ടാക്സ് ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഇപ്പം ഒരു സ്ട്രിപ്പിൻ്റെ MRP വെച്ച് നമ്മൾ അടിക്കുമ്പോഴത്തേന് നേരത്തെ 12% ടാക്സ് ഉണ്ടായത് ഇപ്പം 5% ടാക്സിലേ വരണം. അപ്പോൾ അത് MRP കുറവാണ് കാണിക്കണം. ഡിസ്കൗണ്ടുകൾ അവസാനിപ്പിച്ച ചെറുകിട മെഡിക്കൽ ഷോപ്പ് ഉടമകൾ. GSTയിൽ ഇളവ് വന്നതോടെയാണ് ഈ തീരുമാനം. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും ആഡംബര കാറുകൾ കടത്തിയ കേസിൽ നടൻ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. നടൻ പൃഥ്വിരാജിന്റെ വസതിയിലും പരിശോധന നടന്നു. സ്വകാര്യ മൂലധന നിക്ഷേപം കുറഞ്ഞു. ഇന്ത്യയുടെ 8% വളർച്ചാ ലക്ഷ്യം അപകടത്തിലെന്ന് യെസ് സെക്യൂരിറ്റീസ്. നിർമ്മാണ സേവന മേഖലയുടെ വളർച്ച ഇടിഞ്ഞു. PMI സൂചിക 61.9 കുറഞ്ഞു.
റിസർവ് ബാങ്ക് 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കുമെന്ന് S&P ഗ്ലോബൽ. ഇന്ത്യയുടെ GDP പ്രവചനം 6.5% നിലനിർത്തി. കെ വിസയ്ക്ക് പിന്നാലെ അമേരിക്കയ്ക്ക് തടയിട്ട് ചൈന. ആഗോള പ്രതിഭകളെ ചൈന സ്വാഗതം ചെയ്തു. US H1B വിസ ഫീസ് ഉയർത്തിയതിനു ശേഷമാണ് ചൈന ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.